നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഴയില പഴകുറ്റി 4 വരി പാത വികസനത്തെക്കുറിച്ച് മുൻപ് ഈ ചാനലിൽ പതിവായി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴുള്ള അപ്ഡേറ്റ് വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വഴയില പഴകുറ്റി 4 വരി പാത വികസനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ റീച്ചിൽ ഉൾപ്പെടുന്ന കരകുളം ഫ്ലൈ ഓവറിനുള്ള ടെൻഡറിന് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചുവെന്ന് മന്ത്രി GR അനിൽ കഴിഞ്ഞ മാസം പ്രസ്താവിച്ചിരുന്നു. ഇതിൽ വഴയില മുതൽ കെൽട്രോൺ വരെ 9.5 കിലോമീറ്ററും പഴകുറ്റി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കച്ചേരി നടവഴി 11 കല്ല് വരെ 1.24 കിലോമീറ്ററും അങ്ങനെ മൊത്തം 11.24 കിലോമീറ്ററാണ് 4 വരി പാതയാക്കുന്നത്. 15 മീറ്റർ വീതിയും മധ്യഭാഗത്ത് 2 മീറ്റർ മീഡിയൻ, ഇരുവശങ്ങളിലും 2 മീറ്റർ വീതിയിൽ യൂട്ടിലിറ്റി സ്പേസ്, അങ്ങനെ മൊത്തം 21 മീറ്ററിലാണ് ഈ റോഡ് വരുന്നത്. മൊത്തം 3 റീച്ചുകളാണ് ഈ പദ്ധതിയിലുള്ളത്. ഇതിൽ കരകുളം ഫ്ലൈ ഓവറിൻ്റെ കാര്യത്തിൽ 58.7 കോടിയാണ് ഇതിൻ്റെ ചെലവ്. ആകെ 765 മീറ്റർ നീളം ഈ ഫ്ലൈ ഓവറിനുണ്ടാകും. കരകുളം പാലം ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ മാറിയാണ് മേൽപ്പാലം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഇരുവശത്തുമായി 390 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഉണ്ടായിരിക്കും. മൊത്തം 15 മീറ്റർ ടാറിംഗ്, 0.75 മീറ്റർ മീഡിയൻ എന്നിവയാണ് ഈ ഫ്ലൈ ഓവറിൽ വരുന്നത്. ആദ്യ റീച്ചിലെ നഷ്ടപരിഹാര തുക ഭൂരിഭാഗവും ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് വാർത്ത. മൊത്തം 301 ഭൂ ഉടമകളിൽ 297 പേർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ഇതിനായി മൊത്തം 190.57 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതേ കമ്പനി തന്നെയാണ് ഈഞ്ചക്കൽ മേൽപ്പാലം നിർമ്മാണവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ റീച്ചിൽ ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുകയായി 190.57 കോടിയും റോഡിനും പാലം നിർമ്മാണത്തിനുമായി 93.64 കോടിയും കരകുളം ഫ്ലൈ ഓവറിന് 58.70 കോടിയും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് 4.84 കോടിയും അങ്ങനെ മൊത്തം 347.75 കോടിയാണ് ഈ പദ്ധതിയുടെ ചിലവ്. ആദ്യ റീച്ചിൽ പേരൂർക്കട, കരകുളം എന്നീ വില്ലേജുകളിൽ നിന്നായി 7.81 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത ഭൂമിയിലെ വീടുകളുടെ പൊളിക്കൽ ജോലികളൊക്കെ ഉടൻ തുടങ്ങും എന്നാണ് അറിയുന്നത്. 2025 അവസാനത്തോടെ 1ഉം 2ഉം ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത്. പേരൂർക്കടയുടെ അടുത്ത് വഴയില മുതൽ നെടുമങ്ങാടിനടുത്ത് പഴകുറ്റി വരെയുള്ള ഈ റോഡ് വികസനം വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന ഹൈവേയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ റീച്ച്. ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെയായി വീണ്ടും കാണാം.